ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ട് കോളർ ഷർട്ടിൻ്റെ പാറ്റേൺ മേക്കിംഗ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 2 കോളേഴ്സാണ് ഈ ഒരു ഷർട്ടിന് വരുന്നത്. ഇത് ഞാൻ ക്രോപ്പ് ഷർട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി 2 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കോളറിന് വേണ്ടിയിട്ട്. നമ്മുടെ ഷർട്ടിൻ്റെ അതേ ലെങ്ത്തും വീതി വന്നിട്ട് 6 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു പീസിന് ഷേപ്പ് കൊടുക്കുന്നെങ്കിൽ ഷേപ്പ് കൊടുക്കാം, അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ മേക്കിംഗ് കാണാത്തവർ അത് കാണുക, എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ നല്ല വശത്തോട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത പാറ്റേണിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചിടുക. അതിൽ നമ്മൾ ഓൾറെഡി ഒരു 2.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ച് കോളറിൻ്റെ ആ കോർണർ എത്തുമ്പോൾ ഇതേപോലെ തിരിച്ച് 2.5 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്തത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നീഡിൽ കുത്തി ലോക്ക് ചെയ്ത് ഇറക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന പീസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കോളർ പീസ് നമ്മൾ തിരിച്ചിടുക. അങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് താഴത്തെ കോളറിൻ്റെ ആ ഒരു ഭാഗം നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ കോളർ പീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കഴുത്ത് എവിടം വരെ ഓപ്പണിംഗ് വേണം എന്ന് നമ്മൾ ഓൾറെഡി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ ഈ കോളർ ഇതേപോലെ തിരിച്ചു വെച്ചിട്ടൊന്ന് അയൺ ചെയ്യുക. എവിടം വരെയാണോ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് ആ ഇറക്കം വരെ നിങ്ങൾക്ക് ഇത് മടക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മടക്കാം, അന്നേരം നെക്ക് ഒത്തിരി ഡീപ്പായി പോകും. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ്. നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത മെയിൻ കോളർ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇതേപോലെ തുണിയെല്ലാം ഒരേ ലെവലിൽ വെച്ചു. നമ്മുടെ കൈക്കുഴി തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഈ കോളറിൻ്റെ ആ ഒരു വെട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. നമ്മുടെ 2 സൈഡിലും നമ്മളൊരു കട്ടിങ് കൊടുത്തായിരുന്നല്ലോ, ആ കട്ടിങ് വരെ വേണം ഈ കോളർ നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. കോളറിനൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ 2-3 വട്ടമൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കോളറിങ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോളർ ചെറുതായി പോകും, അല്ലെങ്കിൽ കോളർ വലുതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിവിടെ 15 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ നേർ പകുതി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. പാറ്റേൺ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ 2 പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഒന്ന് കർവ് ചെയ്തെടുക്കുക. ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിൽ കൈകൊണ്ട് നമുക്ക് കർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് 3 ഇഞ്ച്, അത് കഴിഞ്ഞ് താഴത്തോട്ട് മാർക്ക് ചെയ്തത് 3 ഇഞ്ചാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത് 3 ഇഞ്ചാണല്ലോ, അത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കണം. ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നില്ല, 2.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ കോളറിൻ്റെ ഒക്കെ കോർണർ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഒത്തിരി വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ലെങ്ത് കൂട്ടി കൊടുക്കാം. എനിക്കവിടെ ഒത്തിരി വലിപ്പം വേണ്ടാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് കൊടുത്തത് കേട്ടോ. ഇനി താഴത്തെ ഭാഗം നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. കർവിങ് അവിടെ നമുക്ക് നമ്മുടെ ഫുൾ കോളറിൻ്റെ നേർ പകുതി എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ലൈൻ തമ്മിൽ കണക്ട് ചെയ്യുക. ഇത്രയാണുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ താഴത്തെ കർവിങ് വരുന്ന ഭാഗമാണ് നമ്മുടെ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട പാർട്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഞാൻ നമ്മുടെ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം, ഞാനിത് ക്യാൻവാസിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോത്തിൽ തന്നെയാണ്. അതുകൊണ്ട് 2 കോളർ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചുറ്റും നമ്മൾ 1/4 ഇഞ്ചിൽ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തയ്യൽ തുമ്പ് നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നിടത്ത് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 ഭാഗത്തും 1/4 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ബാക്കി 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ തിരിച്ചിടുക കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്യുക.
താഴെ നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പായിരുന്നല്ലോ വിട്ടത്. അപ്പോൾ 1/4 ഇഞ്ച് മതി. അപ്പോൾ ബാക്കി 1/4 ഇഞ്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാൻ എന്തിനാണ് ആദ്യമേ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് തിരിച്ചിടുമ്പം ചിലപ്പം ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ 1/2 ഇഞ്ച് തയ്യൽ തുമ്പി കൊടുത്തത്. പിന്നീട് നമുക്കത് കട്ട് ചെയ്ത് ലെവലാക്കാമല്ലോ. ഇനി നമ്മൾ കോളറിന്റെ സെന്റർ പാർട്ടിൽ ഒരു നോച്ച് ഇട്ടു, അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിലും ഒരു നോച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗം നല്ല വശവും ഇതേപോലെ ഒരുമിച്ച് വെച്ച് കോളറിന്റെ ഒരു സൈഡ് സെന്ററിൽ നിന്ന് 2 വശത്തോട്ടും തയ്ച്ചെടുക്കുക. സെന്ററിൽ നിന്ന് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സെന്ററിൽ നിന്ന് ചെയ്യുന്നില്ല, ഒരറ്റത്തു നിന്നാണ് തുടങ്ങിയത് കേട്ടോ. കോളറിന്റെ ഒരു പീസാണ് നമ്മുടെ ബോഡിയുടെ നല്ല വശത്തോട്ട് വെച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ കോളറും ഒത്തിരി വലിച്ചു പിടിച്ച് തയ്ക്കരുത്. നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തയ്ച്ചെടുക്കാവുള്ളൂ. ഒത്തിരി വലിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് ഇടാൻ നേരത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത പോർഷൻ നമുക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് പുറത്തോട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് ഇതേപോലെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി തയ്ച്ച ആ ഒരു സ്റ്റിച്ച് ലൈനിന് പുറത്തുകൂടി ഒന്നുകൂടെ തയ്ക്കുക. ഇതേപോലെ 1/4 ഇഞ്ചിലൊന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. പിന്നെ കോളറൊക്കെ അറ്റാച്ച് ചെയ്യുമ്പം നമ്മൾ കോളറും നമ്മുടെ ബോഡിയും ഒരേ രീതിയിൽ വലിച്ചേ തയ്ക്കാവുള്ളൂ. ഒത്തിരി നമ്മൾ വലിക്കല്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ബലം കൊടുക്കുമല്ലോ, ആ ബലം നമ്മൾ കോളറിനും അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിനും ഒരുമിച്ച് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു വലിച്ചല്, കോളർ ഇച്ചിരി ഇങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പൊതുവെ നമ്മൾ ഒത്തിരി വലിക്കാതെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ടിങ് ആണ്. സ്ലീവ് കട്ടിങ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന അതേ സ്ലീവാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഞാൻ സ്ലീവ് കട്ടിങ്ങിൻ്റെ പാറ്റേൺ ഇവിടെ കാണിക്കുന്നില്ല. സ്ലീവ് കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഈ കൈക്കുഴി രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് മുകളിലോട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ പൊസിഷൻ കിട്ടും. അതാണ് കട്ടിങ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ഷോൾഡർ ലൈൻ അല്ല ഇവിടെ സെൻറ്റർ പൊസിഷനായിട്ട് വരുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ബാക്ക് പാറ്റേൺ 1/4 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതുപോലെ താഴെ ഞാനൊരു 1/2 ഇഞ്ചിലൊന്ന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിന് നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, ആ സെൻറ്റർ പോയിന്റിലോട്ട് നമ്മുടെ സ്ലീവ് പാറ്റേണിൻ്റെ സെൻറ്റർ പോയിന്റും ഒരുമിച്ച് വെക്കുക. അപ്പം നമ്മൾ സ്ലീവിന് ഫ്രണ്ട് വശം നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്. ആ ഭാഗം നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് ഭാഗത്തോട്ട് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതറിയാനായിട്ട് സ്ലീവിന് ഫ്രണ്ട് പാറ്റേണിൻ്റെ സൈഡിൽ ഒരു നോച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് സ്ലീവ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. ബേസിക് സ്ലീവ് കാൽക്കുലേഷൻ ആണ്, അതിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഷർട്ടിനില്ല. നമ്മൾ എങ്ങനെ സ്ലീവ് റൗണ്ട് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ലൂസ് ഇട്ട് തയ്ച്ചെടുക്കുക എന്നേ ഉള്ളൂ. പിന്നെ താഴെയെല്ലാം നമ്മൾ 1/2 ഇഞ്ചിൽ ഇതേപോലെ മടക്കി അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷർട്ടിൻ്റെ സൈഡും ഇതേപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷർട്ടിന് പൊതുവേ നമ്മൾ ബട്ടൺ ഹോൾസ് ആണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ അത് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പ്രസ് ബട്ടൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഒരു 7 ഇഞ്ച് മതി നമ്മുടെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി കോളറിന് നമ്മളൊരു 3 ഇഞ്ച് കട്ട് ചെയ്തായിരുന്നു. പിന്നെ താഴത്തോട്ട് ഒരു 4 ഇഞ്ച്, അതാണ് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ താഴേന്ന് മുകളിലോട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ടേപ്പ് വെച്ച് ആ ഓരോ പോയിന്റിൻ്റെയും സെൻറ്റർ പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഓരോ ഭാഗത്ത് ഇതേപോലെ തന്നെ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രസ് ബട്ടൺ കൊടുത്തിട്ടില്ല, ആകെ 3 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് പാർട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.